പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പ്രോബബിലിസ്റ്റിക് ഈവൻറ്റ്സ് നടക്കുന്നതിന് റീസൺ അതിൻ്റെ പിന്നിലൊരു അൺസർട്ടനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ആ അൺസർട്ടനിറ്റിയുടെ ഡിഗ്രിക്ക് കൊടുക്കുന്ന ഒരു ന്യൂമറിക്കൽ മെഷർ, ആ മെഷറിനെ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈവൻറ്റ് നടക്കുന്നതിനുള്ള ചാൻസിന് കൊടുക്കുന്ന ഒരു മെഷർ, ആ മെഷറിനെ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി. നമ്മൾ പ്രോബബിലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രോബബിലിറ്റിയുടെ പി ഓഫ് ഇ, ഈവൻറ്റിൻ്റെ പേരാണ് ഇ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ പി ഓഫ് ഇ എന്നുകൊണ്ടാണ് നമ്മൾ പ്രോബബിലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പ്രോബബിലിറ്റിയുടെ വേറൊരു വലിയ ഫീച്ചറാണ് പ്രോബബിലിറ്റി 0ക്കും 1നും ഇടയ്ക്ക് മാത്രമേ ലൈ ചെയ്യൂ. ആ 1നെക്കാളും വലുതാവത്തുമില്ല, 0യെക്കാളും ചെറിയൊരു വാല്യൂ നമുക്ക് കിട്ടത്തുമില്ല. സോ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ പ്രോബബിലിറ്റി വാല്യൂ തെറ്റെന്നാണ്. അങ്ങനെ ഒരു വാല്യൂ കിട്ടില്ല പ്രോബബിലിറ്റിക്ക്. സോ 0ക്കും 1നും ഇടയ്ക്ക് മാത്രമേ പ്രോബബിലിറ്റി വാല്യൂ ലൈ ചെയ്യൂ. അറ്റ് ദി സെയിം ടൈം ആ 0ക്കും 1നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ വേണമെങ്കിലും പ്രോബബിലിറ്റി ക്യാരി ചെയ്യും. ചിലപ്പോൾ പ്രോബബിലിറ്റി വാല്യൂ 0 ആണെങ്കിലോ, അതായത് ഏതെങ്കിലും ഒരു ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി വാല്യൂ 0 ആണെങ്കിലോ, അങ്ങനെ 0 ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഈവൻറ്റ് ഇമ്പോസിബിൾ, ഒരിക്കലും നടക്കില്ല എന്ന് നമുക്ക് ഷുവറായിട്ടും പറയാൻ സാധിക്കും. അങ്ങനത്തെ ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി വാല്യൂ ആണ് 0 ആയിട്ട് കിട്ടുന്നത്. അതേപോലെ 1 ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ഈവൻറ്റ് സർട്ടനായിട്ടും നടക്കും, ഷുവറായിട്ടും നടക്കും. അങ്ങനത്തെ ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി വാല്യൂ ആണ് 1 എന്ന് കിട്ടുന്നത്. ഇതിനിടയ്ക്ക് ലൈ ചെയ്യുന്ന ഓരോ വാല്യൂസ്, 0ക്കും 1നും ഇടയ്ക്ക് ലൈ ചെയ്യുന്ന ഓരോ വാല്യൂസും അൺസർട്ടനിറ്റിയുടെ ഡിഗ്രിക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫിഗറാണ്. അതായത് ആ അൺസർട്ടനിറ്റി എത്രത്തോളം വലുതാണ് ചെറുതാണ് അതിന് അനുസരിച്ചായിരിക്കും നമുക്ക് ഈ കിട്ടുന്ന വാല്യൂ. സപ്പോസ് നമുക്ക് ഏതെങ്കിലും ഒരു ഈവൻ്റെ പ്രോബബിലിറ്റി വാല്യൂ 0.2 ആണെങ്കിൽ, 0.2 ആണ് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം ആ ഈവൻറ്റ് നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 20% ആണ്. 20% സാധ്യതയുണ്ട് ആ ഈവൻറ്റ് നടക്കാൻ എന്നാണ് അതിനർത്ഥം. ദെൻ പ്രോബബിലിറ്റിയുടെ വേറൊരു ഫീച്ചറാണ് പ്രോബബിലിറ്റി ഓഫ് എ സാമ്പിൾ സ്പേസ്. ഒരു സാമ്പിൾ സ്പേസിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. നമുക്കിപ്പോൾ സാമ്പിൾ സ്പേസിന് ഒരു n ഈവൻറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കരുതാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഈവൻറ്റ്സിനെ നമുക്ക് E1, E2 എക്സെട്ര അപ് ടു En എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പ്രോബബിലിറ്റി നമ്മൾ ആഡ് ചെയ്ത് നോക്കുകയാണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് E1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E2 പ്ലസ് എക്സെട്ര അപ് ടു പ്രോബബിലിറ്റി ഓഫ് En എന്ന് പറയുന്നത് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് S വിച്ച് ഈസ് ഈക്വൽ ടു 1. അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പ്രോബബിലിറ്റി വാല്യൂ ആഡ് ചെയ്യുമ്പോഴും 1 തന്നെ നമുക്ക് കിട്ടും. അതായത് അത് പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് തന്നെയാണ്. ഇതാണ് പ്രോബബിലിറ്റിയുടെ വേറൊരു ഫീച്ചർ. പ്രോബബിലിറ്റി 2 രീതിയിലുണ്ട്, അപ്രയോറി പ്രോബബിലിറ്റിയും എംപിരിക്കൽ പ്രോബബിലിറ്റിയും. നമുക്കാദ്യം അപ്രയോറി പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി ആ എക്സ്പെരിമെൻറ്റ് നടത്താതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രോബബിലിറ്റി വിളിക്കുന്ന പേരാണ് അപ്രയോറി പ്രോബബിലിറ്റി. അതായത് മുന്നേ നടന്ന എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം ഒന്നും തന്നെ ഇല്ലാണ്ട് നമുക്ക് അല്ലാതെ തന്നെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രോബബിലിറ്റി വിളിക്കുന്ന പേരാണ് അപ്രയോറി പ്രോബബിലിറ്റി. മുന്നേ നടന്ന എക്സ്പെരിമെൻ്റ് എന്ന ഔട്ട്കം ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല, അഫക്റ്റ് ചെയ്യില്ല. അതായത് ആ ഔട്ട്കമൊക്കെ എങ്ങനെ തന്നെ ആയാലും പ്രശ്നമല്ല, നമുക്കിവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ഒരു പ്രോബബിലിറ്റി വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ പ്രോബബിലിറ്റി വിളിക്കുന്ന പേരാണ് അപ്രയോറി പ്രോബബിലിറ്റി. ഈ അപ്രയോറി പ്രോബബിലിറ്റിക്ക് ഒരു ഡ്രോബാക്ക് ഉണ്ട്. അത് ഫൈനൈറ്റ് സെറ്റ്സ് ഓഫ് ഈവൻറ്റ്സിന് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. ഇൻഫൈനൈറ്റ് സെറ്റ്സ് ഓഫ് ഈവൻറ്റ്സിനകത്ത് നമുക്കത് യൂസ്ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. സോ അത് അതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ദെൻ അപ്രയോറി പ്രോബബിലിറ്റിയെ ക്ലാസിക്കൽ പ്രോബബിലിറ്റി എന്നും ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റി എന്നും വിളിക്കുന്നുണ്ട്. അതായത് ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റി എന്ന് വിളിക്കാൻ റീസൺ അത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യില്ല. എവിടെ തന്നെ എങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായാലും, എങ്ങനത്തെ എക്സ്പെരിമെൻ്റ് ആയാലും എൻവയോൺമെൻ്റ് ആയാലും പ്രശ്നമല്ല, ആ പ്രോബബിലിറ്റി ചേഞ്ച് ചെയ്യില്ല, വേരി ചെയ്യില്ല. അത് കാരണമാണ് അത് ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നത്. നമുക്കൊരു കോയിൻ ടോസ് ചെയ്യാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ 50% ചാൻസും ഹെഡ് വീഴാനുണ്ട്, 50% ചാൻസ് ടെയിൽ വീഴാനുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. മുന്നേ എത്ര എക്സ്പെരിമെൻറ്റ്സ് നടന്നാലും സാധ്യതയില്ല, അത് പ്രശ്നമല്ല. മുന്നേ നടന്ന എക്സ്പെരിമെൻ്റ് എന്ന ഔട്ട്കം ഇവിടെ പ്രശ്നമല്ല, നമുക്ക്
അല്ലാതെ തന്നെ എക്സ്പെരിമെൻറ്റ് നടത്താതെയും തന്നെ പറയാൻ സാധിക്കും 50% ചാൻസ് ഉണ്ട് ഹെഡ് വീഴാൻ, അല്ലെങ്കിൽ 50% ചാൻസ് ഉണ്ട് ടെയിൽ വീഴാൻ നമുക്ക് പറയാൻ സാധിക്കും. സോ അങ്ങനത്തെ പ്രോബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് അപ്രയോറി പ്രോബബിലിറ്റി. ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ലോട്ടറി എടുക്കുന്ന ഒരാൾ, ആ ലോട്ടറിയിൽ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി അത് അപ്രയോറി പ്രോബബിലിറ്റിയാണ്. നമുക്കിനി അപ്രയോറി പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല എന്താണെന്ന് നോക്കാം. അപ്രയോറി പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അതായത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള നമ്മുടെ ഈവൻസിന് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസിൻ്റെ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അപ്രയോറി പ്രോബബിലിറ്റി കിട്ടും. നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ കാണിച്ചേക്കുന്നത് ഒരു പാക്ക് ഓഫ് കാർഡ്സിനകത്ത്, ഒരു ഡക്ക് ഓഫ് കാർഡ്സിനകത്ത് സെലക്ട് ചെയ്യുന്ന ഒരു കാർഡ്, അതിനകത്ത് നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ ആ കാർഡ് ഫേസ് കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫേസ് കാർഡ് എന്ന് പറയുമ്പോൾ ജാക്ക്, ക്യൂൻ, കിങ് ഇതിനെയാണ് ഫേസ് കാർഡ് എന്ന് വിളിക്കുന്നത്. സോ 4 സ്യൂട്ട്സിന് 4 സ്യൂട്ടിനകത്തും ഈ 3 കാർഡ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ ടോട്ടൽ ഫേസ് കാർഡ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3 × 4 വിച്ച് ഈസ് ഈക്വൽ ടു 12 ടോട്ടൽ ഫേസ് കാർഡ്സ് ഉണ്ടാവും ഒരു ഡക്കിനകത്ത്. സോ നമ്മൾ ഒരു ഫേസ് കാർഡ് ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. പ്രോബിലിറ്റി ഓഫ് ഫേസ് കാർഡ് വന്നിട്ട് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. ഇവിടെ അത് നമ്പർ ഓഫ് ഫേസ് കാർഡ്സ് വിച്ച് ഈസ് 12 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അതിവിടെ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ്, അതായത് 52. സോ 12/52 വിച്ച് ഈസ് ഈക്വൽ ടു 3/13. അതാണ് ഒരു ഫേസ് കാർഡ് ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഇതൊരു അപ്രയോറി പ്രോബബിലിറ്റിയാണ്. നമുക്കിവിടെ ഒരു കാർഡ് അതായത് ആ എക്സ്പെരിമെൻറ്റ് നടത്താതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ മുന്നേ നടന്ന എക്സ്പെരിമെൻറ്റ്സ് ഒന്നും ഇവിടെ അഫക്റ്റഡ് ആവുന്നുമില്ല. അത് കാരണമാണ് അപ്രയോറി പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. നമുക്കിനി അടുത്ത എംപിരിക്കൽ പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാം. അപ്രയോറി പ്രോബബിലിറ്റി നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ എംപിരിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ആക്ച്വൽ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട്സിൻ്റെ ബേസിസിൽ നമ്മളൊരു പ്രോബബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എംപിരിക്കൽ പ്രോബബിലിറ്റി. അതായത് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് അതിൻ്റെ സാമ്പിൾ സെറ്റിലെ ഔട്ട്കമിൻ്റെ ബേസിസിൽ ഒരു ഔട്ട്കമിൻ്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു ഈവൻ്റെ പ്രോബബിലിറ്റി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എംപിരിക്കൽ പ്രോബബിലിറ്റി. അതൊരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് കാരണം നമ്മൾ അതിനെ എക്സ്പെരിമെൻ്റൽ പ്രോബബിലിറ്റി എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി എന്നും അതിനെ വിളിക്കാറുണ്ട്. അതിന് കാരണം ആ പ്രോബബിലിറ്റി എംപിരിക്കൽ പ്രോബബിലിറ്റി വന്നിട്ട് പേഴ്സൺ ടു പേഴ്സൺ ചേഞ്ച് ചെയ്യും, വേരി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണമാണ് അതിന് സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. ദെൻ എംപിരിക്കൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു ഫോർമുല ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എക്സ്പെരിമെൻ്റൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടൈംസ് ആൻ ഈവൻറ്റ് ഒക്കേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. ഒരു ഈവൻറ്റ് എത്ര തവണ ഒക്കർ ചെയ്യുന്നു എന്നുള്ള നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റൽ പ്രോബബിലിറ്റി ഒബ്റ്റെയിൻ ചെയ്യും. നമുക്കതിനൊരു എക്സാമ്പിൾ നോക്കാം. ഈ തന്നിരിക്കുന്ന ടേബിൾ വന്നിട്ട് ഒരു ബാച്ച് ഓഫ് പീപ്പിൾ, അതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ചൂസ് ചെയ്യുന്നവരുടെ കൗണ്ടും സ്റ്റാറ്റിസ്റ്റിക്സ് ചൂസ് ചെയ്യാത്തവരുടെ കൗണ്ടും അവരുടെ ഡീറ്റെയിൽസാണ് ഈ ടേബിളിനകത്ത് തന്നിട്ടുള്ളത്. നമുക്ക് കാണാം മെയിലിനും ഫീമെയിൽ 2 കാറ്റഗറി ആയിട്ട് അവർ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. സോ ഇതിനകത്തും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യണം. ഈ ബാച്ചിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ ആ ആൾ എ മെയിൽ ടേക്കിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്, നമുക്കതൊന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. സോ അങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. പ്രോബബിലിറ്റി ഓഫ് മെയിൽ ടേക്കിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ഫോർമുല പറഞ്ഞായിരുന്നു നമ്പർ ഓഫ് ടൈംസ് ആൻ ഈവൻറ്റ് ഒക്കേഴ്സ്. അതിവിടെ നമ്പർ ഓഫ് മെയിൽസ് ടേക്കിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സോ നമ്പർ ഓഫ് മെയിൽസ് ടേക്കിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മെയിൽസ് ടേക്കിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും 84 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ. അത് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുന്നുണ്ട് 439. സോ 84 ഡിവൈഡ് ബൈ 439 വിച്ച് ഈസ് ഈക്വൽ ടു 0.191. സോ 0.191 ആണ് മെയിൽ ടേക്കിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. നമുക്കിനി വേറൊരു കൈൻഡ് ഓഫ് പ്രോബബിലിറ്റി നോക്കാം, മാർജിനൽ പ്രോബബിലിറ്റി. മാർജിനൽ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 2 ഈവൻറ്റ്സ്, സപ്പോസ് നമ്മുടെ കയ്യിൽ 2 ഈവൻറ്റ്സ് ഉണ്ടെങ്കിൽ എയും ബി എന്ന് പറഞ്ഞ 2 ഈവൻറ്റ്സ് ഉണ്ടെങ്കിൽ
രണ്ടാമത്തെ ഇവൻറ്റ് ഇറസ്പെക്റ്റീവായിട്ട് ആദ്യത്തെ ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റി വിളിക്കുന്ന പേരാണ് മാർജിനൽ പ്രോബബിലിറ്റി. അതായത് ഒരു ഈവൻറ്റിനെ മാർജിനലൈസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആദ്യത്തെ ഈവൻറ്റിനെ കണ്ടീഷൻ ചെയ്യുന്നില്ല, അതിന് ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റായിട്ട് നമ്മളൊരു പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ പ്രോബബിലിറ്റി വിളിക്കുന്ന പേരാണ് മാർജിനൽ പ്രോബബിലിറ്റി. അതിന് കാരണം ആദ്യത്തെ ഈവൻറ്റ് രണ്ടാമത്തെ ഇവൻ്റ് കൊണ്ട് കണ്ടീഷൻഡ് ആവുന്നില്ല, അത് കാരണമാണ് നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡക്ക് ഓഫ് കാർഡ്സിൻ്റെ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. നമുക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യുന്ന ഒരു കാർഡ് റെഡ് കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാം. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വേറൊരു ഈവൻറ്റ് ഉണ്ടാകുന്നില്ല. സോ അവിടെ ഒരു കണ്ടീഷൻ നടക്കുന്നില്ല. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇറസ്പെക്റ്റീവായിട്ട് വേണം നമുക്കൊരു പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം ഒരു ഡെക്ക് ഓഫ് കാർഡ്സിനകത്ത് 26 കാർഡ്സ് ബ്ലാക്കും 26 കാർഡ്സ് റെഡും ആയിരിക്കും. സോ ഒരു റെഡ് കാർഡ് ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പി ഓഫ് റെഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റെഡ് കാർഡ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് ആണ്. സോ അതായത് 26 ഡിവൈഡ് ബൈ 52 വിച്ച് ഈസ് ഈക്വൽ ടു 0.5. സോ ഒരു റെഡ് കാർഡ് ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.5 ആണ്. അതാണ് റെഡ് കാർഡ് ചൂസ് ചെയ്യുന്നതിനുള്ള മാർജിനൽ പ്രോബബിലിറ്റി. നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാം. മാർജിനൽ പ്രോബബിലിറ്റിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് ഇവൻറ്റിൻ്റെ പ്രസൻസിൽ ആദ്യത്തെ ഈവൻറ്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി, അതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതായത് സെക്കൻഡ് ഈവൻറ്റിൻ്റെ കണ്ടീഷനിൽ ഫസ്റ്റ് ഈവൻറ്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി, അതിനെയാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മുടെ കയ്യിൽ 2 ഈവൻ്റ് ഉണ്ട്, ഈവൻറ്റ് എയും ഈവൻറ്റ് ബി എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പി ഓഫ് എ വെർട്ടിക്കൽ ബാർ ബി, അതായത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ പി ഓഫ് എ വെർട്ടിക്കൽ ബാർ ബി എന്നാണ്. അതിനെ വായിക്കുന്നത് പി ഓഫ് എ ഗിവൻ ബി എന്നാണ്. അതിനർത്ഥം ബിയുടെ കണ്ടീഷനിൽ എ നടക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്, അതാണ് അതിന് മീനിങ്. സോ നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റിക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു ഡക്ക് ഓഫ് കാർഡ്സ് തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ഡക്ക് ഓഫ് കാർഡ്സ് നമ്മൾ ഒരു കാർഡ് ചൂസ് ചെയ്യുമ്പോൾ അത് ഒരു റെഡ് കാർഡ് ആവണം, അതേപോലെ ആ ചൂസ് ചെയ്യുന്ന കാർഡ് ഒരു 4 നമ്പറുള്ള കാർഡായിരിക്കണം, 4 നമ്പർ ഉള്ള ഒരു കാർഡും കൂടെ ആയിരിക്കണം. സോ ഇതാണ് നമ്മുടെ 2 ഈവൻറ്റ്, റെഡ് കാർഡും ആയിരിക്കണം, നമ്പർ 4 ഉള്ള ഒരു കാർഡും ആയിരിക്കണം. സോ നമ്മൾ ഇവിടെ ഈവൻറ്റ് എ എന്നുള്ളത് 4 എന്നും ഈവൻറ്റ് ബി എന്നുള്ളത് റെഡ് എന്നും നമ്മൾ എടുക്കുകയാണ്. സോ നമ്മൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് 4 ഗിവൺ റെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് റെഡ് കാർഡിൻ്റെ കണ്ടീഷനിൽ 4 നമ്മൾ ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി അത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ സ്പെസിഫിക് ഫോർമുലയുണ്ട്. പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് ബി. അതായത് രണ്ട് ഈവൻസിൻ്റെ ഇൻ്റർസെക്ഷൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സും ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ഈവൻറ്റിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പി ഓഫ് 4 ഗിവൺ റെഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 4ലും റെഡിനും ഇൻ്റർസെക്ഷനിലായിട്ട് വരുന്ന എലമെൻറ്റ്സിൻ്റെ കൗണ്ട് അതിവിടെ 2 ആണ്. ഒരു ഡക്ക് ഓഫ് കാർഡ്സിനകത്ത് 2 ആണ്. 2 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് റെഡ് കാർഡ്സ് അത് 26 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/13. സോ 1/13 ആണ് നമ്മൾ ഈ തന്നിട്ടുള്ള 2 ഈവൻറ്റിൻ്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റി. ദെൻ ജോയിൻറ്റ് പ്രോബബിലിറ്റി, വേറൊരു കൈൻഡ് ഓഫ് പ്രോബബിലിറ്റിയാണ് ജോയിൻറ്റ് പ്രോബബിലിറ്റി. ഇവിടെ നമ്മൾ 2 ഈവൻറ്റ് എടുക്കുന്നു, ഈവൻറ്റ് എ ആൻഡ് ഈവൻറ്റ് ബി. സോ ഈ 2 ഈവൻറ്റിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷനായിട്ട് വരുന്നതിൻ്റെ പ്രോബബിലിറ്റി, ഈ 2 ഈവൻറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സിൻ്റെ പ്രോബബിലിറ്റി, അതിനെയാണ് നമ്മൾ ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. വേറൊരു രീതി പറഞ്ഞാൽ 2 അതിൽ കൂടുതൽ എലമെൻറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റി, അതിനെയാണ് നമ്മൾ ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പി ഓഫ് എ ആൻഡ് ബി എന്നാണ്. എ ഒരു ഈവൻറ്റും ബി വേറൊരു ഈവൻറ്റും. സോ പി ഓഫ് എ ആൻഡ് ബി എന്നാണ് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അതാണ് ജോയിൻറ്റ് പ്രോബബിലിറ്റി. അതിന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ അതിനൊരു എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡക്ക് ഓഫ് കാർഡ്സിനകത്ത് 4 നമ്പർ കാർഡും റെഡ് കാർഡും തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. സോ അത് രണ്ടും കൂടെ നടക്കാനുള്ള ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാം. പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് 4 ആൻഡ് റെഡ് രണ്ടും കൂടെ ഒന്നിച്ച് നടക്കാനുള്ള പ്രോബബിലിറ്റി ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 52. അതായത്
4 ആൻഡ് റെഡിൻ്റെ രണ്ടിൻ്റെ കൂടെ ഇൻ്റർസെക്ഷനിൽ ഇൻ്റർസെക്ഷനിൽ വരുന്ന ഔട്ട്കംസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 52. അതാണ് 2/52 വിച്ച് ഈസ് ഈക്വൽ ടു 1/26. അതാണ് ജോയിൻറ്റ് പ്രോബബിലിറ്റി. ദെൻ നമുക്ക് വേറൊരു കൈൻഡ് ഓഫ് ഈവൻറ്റ് നോക്കാം, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്താണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഒരു സാമ്പിൾ സ്പേസിൽ നിന്ന് ഒരുപാട് ഈവൻറ്റ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഈവൻറ്റ്സ് കുറേ ഈവൻറ്റ്സ് ഉണ്ടാവും. ആ ഈവൻറ്റ്സിൻ്റെയൊക്കെ ഇൻ്റർസെക്ഷനായിട്ട് നമുക്ക് ഇവിടെ എക്സാമ്പിളായിട്ട് 2 ഈവൻ്റ് എടുക്കാം. സോ അങ്ങനത്തെ 2 ഈവൻറ്റിൻ്റെ ഇൻ്റർസെക്ഷനിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ 2 ഈവൻറ്റിനും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഒക്കർ ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനത്തെ ഈവൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ്. അത് രണ്ടും സെപ്പറേറ്റ് ആയിരിക്കും, അത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അത് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. സോ അങ്ങനത്തെ കോമൺ ഔട്ട്കംസ് ഇല്ലാത്ത ഈവൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ്. അങ്ങനത്തെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് P of A and B എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ജോയിൻറ്റ് പ്രോബബിലിറ്റി P of A and B എന്ന് പറയുന്ന 0 എന്ന് കിട്ടുന്ന ഈവൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ്. അത് തമ്മിൽ ഒരു കോമൺ ഔട്ട്കംസ് ഉണ്ടാവില്ല. ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു എവ്രി വൺ.